Hello, welcome back to my channel Way of Shilpa. സോ ഇന്ന് ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടൊരു വ്ളോഗാണ്. ഞാൻ ഇതിന് മുൻപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം. സോ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത വെഡ്ഡിങ് പ്രിപ്പറേഷൻ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. വെഡ്ഡിങ് പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് അടുത്ത ഘട്ടം പിന്നെ പോകുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം എനിക്കും തിരിച്ചേട്ടിനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, അതായത് എനിക്കുള്ള സാരിയും പുടവയും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ട്രിവാൻഡ്രത്തോട്ടാണ് പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ള മേടിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ. ഓക്കെ, നമുക്ക് പോയി കണ്ടിട്ട് വരാം. സോ ഫസ്റ്റ് സാരിയും അതുപോലെ തന്നെ പുടവയും എടുക്കാനായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് ജയലക്ഷ്മിയിലോട്ടാണ് പോണത്. സോ നമ്മൾ രാവിലെ ഇറങ്ങി ഒരു 9:30 ആ ഒരു ടൈമിൽ ഇറങ്ങുന്ന രീതിയിലാണ് നമ്മളായിരുന്നു അവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ. അതുകൊണ്ട് തന്നെ നമുക്ക് ടോക്കൺ നമ്പറും ഫസ്റ്റ് തന്നെ കിട്ടി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു കല്യാണ പർച്ചേസിന് പോണത്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ വേറെ ആർക്കും വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. കാര്യം നമ്മൾ ഒക്കെ കല്യാണത്തിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ഭയങ്കര അത്ര ഇതായിട്ടായിരുന്നു നമ്മളെ വെൽക്കം ചെയ്ത് ഇങ്ങനെ ആ ഒരു സ്പെഷ്യലായിട്ട് കൊണ്ടിരുത്തിയത്. ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, പക്ഷേ അവരുടെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ചെന്നപ്പോൾ അവർ കുറേ സാരിയുടെ ഡിസ്പ്ലേ മറ്റു കാര്യങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കാര്യം നമുക്കിങ്ങനെ അത് അവരുടെ ഡ്യൂട്ടിയാണല്ലോ, നമുക്കതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക, അവരുടെ മോഡലാണെന്നൊക്കെ പറഞ്ഞ് അത് അവരുടെ ഒരു ബിസിനസ് അഡ്വർടൈസ്മെൻറ്റ്. ഞാനും അമ്മയും എൻ്റെ അനിയത്തിയും പിന്നെ തിരിച്ചേട്ടൻ്റെ അമ്മയും തിരിച്ചേട്ടൻ്റെ സിസ്റ്റർ ആച്ചിയും ഞങ്ങൾ ഇത്രയും പേരുമാണ് ഈ ഒരു പുടവ എടുക്കാനും എനിക്കുള്ള കല്യാണ സാരി പർച്ചേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് പോയത്. അപ്പോൾ കുറേ ട്രയൽ നോക്കി, എന്ന് വെച്ചൊരു 3-4 സാരി എടുത്ത് നോക്കി. അതിൽ ഒരെണ്ണമാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത്. അതാണ് നിങ്ങൾ ഈ കാണുന്ന സാരി. കാര്യം ഇത് എൻ്റെ വെഡ്ഡിങ് വ്ളോഗ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഇതാണ് എൻ്റെ സാരി. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്തെടുക്കണം എന്ന്. കാര്യം നമ്മളെല്ലാം അനുസരിച്ച് നോക്കണമല്ലോ. എൻ്റെ മൈൻഡിലൊരു ഇതുണ്ടായിരുന്നു, എനിക്ക് പ്യുവർ റെഡോ അല്ലെങ്കിൽ എല്ലാവരും ഇടുന്ന പോലെ റോസോ അങ്ങനത്തെ ടൈപ്പ് ഒന്നും വേണ്ട എന്ന്. ഞങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡിൽ എന്താണെന്നുള്ളൊരു എയിം അല്ലെങ്കിൽ ഒരു പ്ലാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് ഞങ്ങൾ കറക്റ്റ് കൊണ്ടുപോയത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറേ കിടന്ന് തപ്പിയതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അപ്പം നമ്മുടെ കേരള ഹൗസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ട്രിവാൻഡ്രത്ത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം നല്ല ഇരുട്ടിയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അടുത്തത് കുറച്ച് വീഡിയോസ് അല്ല കേട്ടോ, എനിക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഇതൊരു 2-3 ദിവസത്തെ പരിപാടിയാണ്. പക്ഷേ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങളെ ഒറ്റ വ്ളോഗിലായിട്ടേ കാണിക്കും. എനിക്ക് പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിൽ മെഗാ സീരിയലായിട്ടൊന്നും ഇറക്കാൻ വയ്യാത്തതുകൊണ്ട് എനിക്കിത് എഡിറ്റ് ചെയ്യാൻ വയ്യാതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓർണമെൻറ്റ്സ് എടുക്കണം, പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, അങ്ങനെ സോ മെനി പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ തിരിച്ചേട്ടൻ നിരചേട്ടൻ ട്രൈ ചെയ്യാണ്. ഒരുപാട് നാൾക്ക് ശേഷം നിരചേട്ടൻ വ്ളോഗിൽ വന്നു. പിന്നെ ബാക്കിൽ ആർച്ചയുണ്ട്. ആർച്ച് നടുക്കോട്ടിരിക്കൂ, ഇങ്ങോട്ടിരി. അതെ, ആയി കാണിക്കൂ. ആർച്ച് തിരിച്ചേട്ടൻ്റെ പെങ്ങളാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഒരു നാത്തു ഇത് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളപ്പം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് എടുക്കും. ഓർണമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 0 ഗോൾഡ് മാരേജാണ്. പക്ഷെ നമ്മൾ സാരി എടുക്കുമ്പോൾ എന്തെങ്കിലും വലിച്ചു വാരി ഇടണമല്ലോ. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓർണമെൻറ്റ്സ് റെൻറ്റിന് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഗോൾഡൻ കപ്പിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ഗോൾഡൻ കപ്പിൽ നിന്ന് എടുക്കണമെന്നായിരുന്നു ആദ്യമേ എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഗോൾഡൻ കപ്പ് അന്ന് ആ സമയത്ത് എറണാകുളത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ ബ്രാഞ്ച് ഇവിടെ ഇന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമിച്ച് എന്തോ ചെയ്യുമെന്നുള്ളതിൽ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ കൊല്ലത്ത് അവരുടെ പുതിയ ബ്രാഞ്ച് ഇനാഗുറേറ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി റിസപ്ഷനുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും അവിടെ നിന്ന് എടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് അവിടെ പോയി എടുക്കണം. അപ്പോൾ ഞാൻ ഫുള്ള് ഇത് കാണിച്ചു തരാം. പിന്നെ അതിനുശേഷം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഭയങ്കര മഴയാണ് ഗൈസ്. നല്ല ക്ലൈമറ്റ് കൊള്ളില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്നപ്പോൾ പറഞ്ഞു അവിടുത്തെ ക്ലൈമറ്റ് കൊള്ളില്ല, ഇവിടുത്തെ ക്ലൈമറ്റാണ് കൊള്ളാവുന്നത്. ഇവിടെ വന്നപ്പോൾ പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് കൊള്ളില്ല, അവിടുത്തെ ക്ലൈമറ്റ് കൊള്ളാതെ ഞാൻ പറയുന്നില്ല. ബാക്കി നമുക്ക് കാണാം. സോ ആദ്യം തന്നെ ബ്ലൗസ്
ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊല്ലം കരിക്കോടുള്ള നിയാനിയിലോട്ടാണ് പോയത്. നിയാനി നടത്തുന്നത് ഷംന എന്ന് പറയുന്നൊരു ചേച്ചിയാണ്. ചേച്ചി നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട്ലി കസ്റ്റമർ സർവീസാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് ചേച്ചി നമുക്ക് ചെയ്തു തരുന്നുണ്ട്. എന്തായാലും വെഡ്ഡിങ് വ്ലോഗിൽ ഞാൻ ബ്ലൗസ് കാണിക്കാം. അതിനുശേഷം ഗോൾഡൻ കപ്പിലോട്ടാണ് പോയത്. ഗോൾഡൻ കപ്പിൻ്റെ കൊല്ലത്തെ ബ്രാഞ്ച് പോളയത്തോടാണ് വരുന്നത്. പോളയത്തോട് ജംഗ്ഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഗോൾഡൻ കപ്പിലെത്തിയത്. ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ എത്തിയത്. ഗോൾഡൻ കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം അത്ര നല്ല കളക്ഷൻസ് ഉണ്ട്. അതിപ്പോൾ ഓർണമെൻറ്റ്സ് മാത്രമല്ല, പാർട്ടി വെയർ റെൻ്റൽ ഡ്രസ്സസും അവർ നമുക്ക് അഫോർഡ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർ നമുക്ക് ഓൾട്ടർ ചെയ്താണ് തരുന്നത്. നമ്മുടെ ആ ഒരു കറക്റ്റ് സൈസ് എടുത്തിട്ട് അവർ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഓൾട്ടർ ചെയ്ത് വരും. വൈഡ് വെറൈറ്റി ഓഫ് ഓർണമെൻറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, അത് ശരിക്കും ഇവിടെ ഉള്ളത് കൊണ്ടാണ്. പിന്നെ പുതിയ ബ്രാഞ്ച് ആയതുകൊണ്ട് കളക്ഷൻസ് കുറവാണെന്നാണ് അവർ പറയുന്നത്. ഗോൾഡൻ കപ്പിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓരോ മാല ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കുകയുള്ളൂ. സെക്കൻഡ് മാല, ഇനി അടുത്ത മാല എടുക്കണം. നീ ഓണാക്കില്ലായിരുന്നു. ഓണാക്കുന്നതിനിപ്പോൾ ഞാൻ പറഞ്ഞു കവചകുണ്ടലങ്ങളെല്ലാം പോയി. പാവപ്പെട്ട വീട്ടിലെ കുട്ടി. നമ്മൾ എന്താണോ വെഡ്ഡിങ്ങിന് ഇടാൻ ഉദ്ദേശിക്കുന്നത്, അതിപ്പോൾ വേറെ ഫംഗ്ഷൻസിനാണെങ്കിൽ നമ്മൾ എന്താണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ഡ്രസ്സും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള കറക്റ്റ് ഓർണമെൻറ്റ്സ് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. കാര്യം അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കസ്റ്റമർ സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റാലിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവസാനം എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം എനിക്ക് കിട്ടി. ഞങ്ങൾ ഫുള്ള് സെലക്ട് ചെയ്ത് നോക്കിയപ്പോൾ അതാണ് ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിനും ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളൊരു ഫൈനൽ ലുക്ക് എൻ്റെ വെഡ്ഡിങ് വ്ലോഗിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. സോ അങ്ങനെ ഫൈനലി നമ്മുടെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലായി കാണും എൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ ഊക്ക് കൊണ്ടാണ്. കണ്ട ഫുള്ള് ടാൻ അടിച്ച് കംപ്ലീറ്റ് സ്കിന്ന് ഡള്ളായിട്ടിരിക്കുകയാണ്. കാര്യം അത്രത്തോളം കിടന്ന ഓട്ടമായിരുന്നു. ഓട്ടത്തിൽ എനിക്ക് കുറച്ച് എന്ന് വെച്ചാൽ മാക്സിമം പറ്റുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതല്ലാതെയും കുറേ കിടന്ന് ഓടേണ്ടി വന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഓടി തളർന്ന് ഓടി ലൈക്ക് കല്യാണത്തിൻ്റെ തലേന്ന് വരെ ഓട്ടമാണ്. എൻ്റെ ഓട്ടം ഇനിയും തീർന്നിട്ടില്ല. ഇനി അതും കൂടെ വ്ലോഗിൽ എടുക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ നിങ്ങൾ കണ്ട വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ഇതിലെടുക്കുന്നതല്ല, പല ദിവസങ്ങളായിട്ടുള്ളതാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാക്സിമം ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ചുരുങ്ങിയ സമയം ഞങ്ങൾക്ക് കല്യാണത്തിന് കിട്ടിയിട്ടുള്ളൂ. കാര്യം വളരെ പെട്ടെന്നുണ്ടായൊരു കല്യാണവും തീരുമാനങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്രയും ഇതായിട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റി. സോ ഇനി നമുക്ക് വെഡ്ഡിങ് വ്ലോഗാണ് കാണുന്നത്. സോ ഇനി കല്യാണത്തിന് കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബ്യൂട്ടിഫുൾ വീഡിയോ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.